ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും പലതരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവുമായിരിക്കും. പലർക്കും പല രീതിയിലുള്ള സ്ട്രെസ്സ്, വിഷമങ്ങൾ, അല്ലെങ്കിൽ നാളെ എന്താകും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തുണ്ടാകും എന്നൊക്കെ ഓർത്തിട്ട് വേവലാതി ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ആങ്സൈറ്റി ഉള്ള ആൾക്കാർ എങ്ങനെ ആങ്സൈറ്റീനെ ഓവർകം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇങ്ങനെ ബട്ടർഫ്ലൈസ് വയറിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു പിരിമുറുക്കം പോലെ ബാത്റൂം പോകാൻ തോന്നുന്നവരുണ്ടാവും ടെൻഷൻ അടിക്കുമ്പോൾ. ഇപ്പം അത് പലതരത്തിലുള്ള ആങ്സൈറ്റീസ് ഉണ്ട്. നമ്മൾ തരത്തിലായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാൽ ജനറൽ ആയിട്ടുള്ളൊന്ന് ഞാൻ പറയാം. അവർക്ക് ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ആങ്സൈറ്റി വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് പെർട്ടിക്കുലറായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ആങ്സൈറ്റി ഒക്കെയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഓർ സൈക്കോളജിസ്റ്റിനെ കൗൺസിലിംഗ് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സ്വയമായിട്ട് എന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ആ ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് മാറ്ററാണോ നിങ്ങൾക്ക് ആങ്സൈറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നൊരു കാരണം, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് എന്താണോ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് അതിനെ റിമൂവ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അത് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ മെൻ്റൽ പീസിനെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന എന്തൊന്നാണെങ്കിലും അത് കാരണം നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫസ്റ്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് തരുന്നൊരു സറൗണ്ടിങ്സിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറുക. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറേ കൂടെ എന്താ പറയുക, ലൈക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന എന്ത് പ്രവൃത്തിയാണോ അത് നിങ്ങൾ ചെയ്യുക. തെറ്റും ശരിയും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മോറൽ വാല്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത്, ഒരു ഗിൽറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താൽ ഹാപ്പിനെസ് തരുമോ അത് നിങ്ങൾ ചെയ്യുക. ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് എന്തിലൂടെയാണോ കിട്ടുന്നത് അത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുക. പിന്നെ ഇതിനൊക്കെ മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു വലിയൊരു ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ സ്വയമായിട്ട് വളരെ ലോ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ഡിഫറൻസ് നിങ്ങളിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റലി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലിയും കൂടി നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലുക്കിനെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, ഒരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ചേഞ്ച് കൊണ്ടുവരാം. അതുപോലെ നിങ്ങൾ ഇന്നലെ വരെ ലോ ആയിട്ടിരുന്നു, ആ ലോ ആയിട്ടിരുന്ന സ്റ്റേജ് എങ്ങനെയായിരുന്നു നിങ്ങളുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഡ്രസ്സിങ്ങിലാകാം, ലുക്കിലാകാം, എങ്ങനെ വേണമെങ്കിൽ. അതുമല്ലാതെ നിങ്ങൾക്ക് സ്വയമായിട്ടൊരു സെൽഫ് ലവ് കൊണ്ടുവരിക. നിങ്ങൾ ഫിസിക്കലി ആവട്ടെ മെൻ്റലി ആവട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വയമായിട്ടൊരു വർത്ത് തോന്നിക്കുക. നിങ്ങൾക്ക് സ്വയമായിട്ട് ഓക്കെ എനിക്ക് വില ഉണ്ട്, ലൈക്ക് ഞാൻ അത്ര മോശമൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾക്ക് ഒരു വാല്യൂ സ്വയമായിട്ട് നിങ്ങൾ കണ്ടെത്തുക. സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളെങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ കുറ്റവും കുറവൊന്നും നോക്കി നടന്നു കഴിഞ്ഞാൽ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കോൺഫിഡൻ്റ് ആവുക, നിങ്ങൾ അടിപൊളിയാണെന്ന് തന്നെ സ്വയം വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇത് ആങ്സൈറ്റി ഓവർകം ചെയ്യാനായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വിഷമങ്ങൾ തന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് വിഷമം പറയണം, ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ എപ്പോഴെപ്പോഴും നമ്മൾ ഒരാളുടെ അടുത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ വിഷമം ഷെയർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യണമെന്നില്ല. നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കോൺവെർസേഷനിലേക്ക് പോകുക നിങ്ങളുടെ ഡിയർ വൺസ് ആയിട്ട്. അതൊരിക്കലും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതോ ബാക്കിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാവരുത്. നിങ്ങൾക്ക് ഓക്കെ നമ്മളെ ഗ്രോത്തിനും നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിനും ഒക്കേനും ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് അല്ലെങ്കിൽ കോൺവെർസേഷനിലേക്ക് ഇടപഴകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലേക്ക് എൻഗേജ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡിയർ വൺസിനോട് സംസാരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് കഴിയും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറാകാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ പേരൻസ് ആവാം, ആരും ആകാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിയറസ്റ്റ് വൺസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആവാം.
അപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഹെൽപ്പിന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം, അല്ലെങ്കിൽ അവരോട് ഒന്ന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കാം. ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്, കഴിയുന്നത്രയും നമ്മൾ സ്വയമായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനി അതല്ല, നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിയറസ്റ്റ് വൺസ് ആരാണോ നിങ്ങൾ അവരുടെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു സൊല്യൂഷൻ ചിലപ്പോൾ അവർക്ക് കണ്ടുപിടിച്ച് തരാനായിട്ട് സാധിച്ചെന്നിരിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം, നിങ്ങളെ ആസ് എ പേഴ്സൺ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നന്നായിട്ട് എന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഡെഫിനറ്റ്ലി അവർക്കൊരു സജഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ മിനിമം ഒരു ആങ്സൈറ്റി ഇഷ്യൂവിലേക്ക് കൂടെ കടന്നു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ എവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് മറികടക്കാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വിധേയാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കേഷൻ എന്തെങ്കിലും വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിലായാലും ഡെഫിനറ്റായിട്ടും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.